ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി രണ്ടാമതായി മോചിപ്പിക്കുന്ന 4 ഇസ്രായേൽ വനിതാ സൈനികരുടെ പേര് ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനാംഗങ്ങളായ കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി, ലിറി അൽബാഗ് എന്നിവരെയാണ് പ്രധാനമായും വിട്ടയച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന കൈമാറ്റത്തിൽ ഇരുവർക്കും പകരം തടവിലുള്ള 200 പാലസ്തീൻ സൈനികരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തു. വിട്ടയക്കുന്ന ഒരു വനിതാ സൈനികയ്ക്ക് പകരം 50 പാലസ്തീൻ സൈനികരെ വിടുമെന്നാണ് നിലവിലെ കരാർ. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം 6 ആഴ്ചയായിരിക്കും നീണ്ടു നിൽക്കുക. ഒക്ടോബർ 7 ആക്രമണം മുതൽ ഹമാസ് ബന്ദികളാക്കിയ 251 പേരിൽ 33 പേരെയാണ് ആദ്യഘട്ടത്തിൽ പ്രധാനമായും വിട്ടയക്കുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെ ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ മാസങ്ങളായി നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു 15 മാസം നീണ്ട യുദ്ധത്തിനു ശേഷം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. ഗാസയിൽ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം തീരും മുമ്പ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ച ആരംഭിക്കുന്നതുമായിരിക്കും. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രായേലി സ്ത്രീകളെ ഹമാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മോചിപ്പിക്കുകയുണ്ടായി. ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്ന 4 ഇസ്രായേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് നേതാക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേൽ സൈനികരായ 4 സ്ത്രീകളെയാണ് വിട്ടയക്കാൻ പ്രധാനമായും തയ്യാറായിരിക്കുന്നത്. IDF നിരീക്ഷണ സംഘത്തിലെ 4 പേരെ ഇന്ന് വിട്ടയക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം ഇസൽദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് ആണ് വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തത്. തടവുകാരുടെ യഥാർത്ഥ മോചനം നടന്നത് ജനുവരി 26-നാണ്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചകളുടെ ഭാഗമായാണ് ഈ കൈമാറ്റം പ്രധാനമായും നടന്നത്. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനാണ് ഈ ചർച്ചകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം. ഈ നീക്കം കൂടുതൽ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഹമാസും ഇസ്രായേലും വർഷങ്ങളായി സംഘർഷത്തിലാണ് നിലനിൽക്കുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ അപൂർവം, എന്നാൽ സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പുകളുമാണ് യഥാർത്ഥത്തിൽ. ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കരാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ബന്ധത്തിന്റെ സങ്കീർണതയാണ് എടുത്തു കാണിക്കുന്നത്. തടവുകാരുടെ മോചനം ഇരു കൂട്ടർക്കും സെൻസിറ്റീവായ വിഷയവുമാണ്. ഈ തീരുമാനങ്ങൾ പല കുടുംബങ്ങളെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൈമാറ്റം ചിലർക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം. ഈ കരാർ അംഗീകരിക്കുന്നതിന് ഓരോ കക്ഷിക്കും അതിൻ്റെതായ കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിനും ഹമാസിനും പല വിഷയങ്ങളിലും വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത്. ഈ കൈമാറ്റം കൂടുതൽ നല്ല നടപടികളിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവങ്ങളെ സൂക്ഷ്മമായിട്ടാണ് വീക്ഷിക്കുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പല രാജ്യങ്ങളും പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അവർ ഈ കൈമാറ്റം ഒരു നല്ല അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ശാശ്വത സമാധാനത്തിന് തടവുകാരുടെ കൈമാറ്റം മാത്രമല്ല യഥാർത്ഥത്തിൽ ആവശ്യമായി വരുന്നത്. ഇരുപക്ഷവും ചർച്ച തുടരുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും വളരെയധികം ആവശ്യമാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ സമാധാനത്തിലേക്കുള്ള പാത എന്നത് ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. എന്നാൽ ഇതുപോലുള്ള കരാറുകൾ വഴിയിലെ സുപ്രധാന നാഴികക്കല്ലുകളായി നിലനിൽക്കുകയാണ്. ഇവിടെ ഇനിയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.